സീറോ സോൺ സ്റ്റോറി ടെല്ലിംഗ് വേദിയിൽ തുടങ്ങുകയാണ്. മുഹസിൻ അലിയെ അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഇടം ക്ലാഞ്ചവടയിൽ ഈ സുന്ദരമായ വേദിയിൽ ഞാൻ നിങ്ങൾക്കൊരു കഥ പറയാം. ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ കഥാനായകനാരാ? അത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒറ്റ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ കഥയുടെ പേര് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ജീവിതം. എന്നാൽ ഞാൻ കഥ തുടങ്ങട്ടെ. അന്നൊരിക്കൽ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടക്കുകയാണ്. സ്വഹാബത്ത് എല്ലാവരും ഉണ്ട്. നിസ്കാരം കഴിഞ്ഞ് പതിയെ ഔറാദുകൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നോക്കി. സിദ്ദീഖ് തങ്ങളെ മാത്രം കാണുന്നില്ലല്ലോ. ഒരു ജമാഅത്ത് പോലും ഒഴിവാക്കാത്ത സിദ്ദീഖ് തങ്ങൾക്ക് ഇത് എന്തു പറ്റി? കാരണം അന്വേഷിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ പറഞ്ഞു വിട്ടു. സ്വഹാബികൾ സിദ്ദീഖ് തങ്ങളെ വീട്ടിൽ ചെന്നപ്പോൾ സിദ്ദീഖ് തങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. പുറത്തിറങ്ങുന്നില്ല. കാരണം അന്വേഷിച്ചപ്പോൾ ഉടുക്കാൻ വസ്ത്രമില്ലെന്ന് പറഞ്ഞു. ഞാൻ ജമാഅത്തിനായി പുറപ്പെടുമ്പോൾ ഒരു യാചകൻ വരികയും എന്തെങ്കിലും ഒന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം വസ്ത്രം ഞാൻ അവർക്ക് നൽകി. ചോദിച്ചു വരുന്നവരെ വെറുതെ അയക്കരുതെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെ ഞാൻ അവരെ മടക്കാക്കും? അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ വരാൻ വസ്ത്രമില്ലാതായി. സിദ്ദീഖ് തങ്ങൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം സ്വഹാബികളോട് പറഞ്ഞു. സ്വഹാബികൾ ഈ വിവരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ തന്നെ ഒരു കൂട്ടം വസ്ത്രം കൊടുത്തച്ചു. സിദ്ദീഖ് തങ്ങൾ അത് വേഗം ധരിക്കുകയും പള്ളിയിൽ വരികയും നിസ്കരിക്കുകയും റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്തു. ദുആന്റെ നീളം കൂടി വന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരായി ഒഴുകി. എന്റെ റബ്ബേ, എന്നോട് പൊറുക്കണമേ. ഞാൻ ഒരു വക്ത് ജമാഅത്ത് ഒഴിവാക്കിപ്പോയി. അതുകൊണ്ട് എന്റെ റബ്ബേ, ഞാൻ സ്വർഗത്തിന്റെ അവകാശിയല്ല. എങ്കിലും എനിക്ക് നരകത്തിന്റെ തീ സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ റബ്ബേ, എന്നോട് പൊറുക്കണമേ എന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. നോക്കൂ കൂട്ടുകാരെ, എന്തൊരു ജീവിതമാണ് ഇവരത്. ചെയ്തത് തെറ്റല്ല, എങ്കിലും ശക്തമായി കാരണമുണ്ടായിട്ടും ഒരു വക്ത് ജമാഅത്ത് ഒഴിവാക്കിപ്പോയതിന്റെ പേരിൽ അത് വലിയ തെറ്റായി കണക്കാക്കി റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അതുകൊണ്ടാണ് അവർ വിജയിച്ചത്. നമുക്കും വിജയിക്കണ്ടേ? നാം ഒന്ന് ആലോചിച്ച് നോക്കണം. എത്ര നിസ്കാരങ്ങളാണ് ഒരു കാരണമില്ലാതെ ഒഴിവാക്കുന്നത്? അവർ പോയ സ്വർഗത്തിലേക്ക് നമ്മളും പോണ്ടേ? അല്ലാഹു തആല നമ്മൾക്കും തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ആവേശകരമായ സീറോ സോൺ സ്റ്റോറി ടെല്ലിംഗ് വേദിയിൽ തുടരുന്നു. നെക്സ്റ്റ് ഓൺ ദി സ്റ്റേജ്